ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ CPM-ഉം പിണറായി വിജയനും നല്ലതുപോലെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ഇട്ടിക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പണിപ്പെട്ടത്. മാങ്കൂട്ടത്തിലിനെ കരുവാക്കിക്കൊണ്ട് ഷാഫിയെ വെട്ടുക എന്നതായിരുന്നു CPM-ന്റെ ഉദ്ദേശം. അതുവഴി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡർ പരിവേഷം കിട്ടിയ VD സതീഷിനെ കൂടെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി തലയിടിപ്പില്ലാതെയാക്കുക, ഇതായിരുന്നു CPM അജണ്ട. എന്നാൽ പാലക്കാട്ടെ നേതാവിന്റെ ഷാഫിക്കെതിരെയുള്ള ഹെഡ്മാഷ് വിളിയും ബാംഗ്ലൂരിലേക്കുള്ള പെണ്ണുകടത്തലും ഒക്കെയായി സംഗതി കളറാക്കി. അതിനു മുൻപ് വർഗീയത കുത്തി നിറച്ച് കാഫിർ പരിവേഷം വരെ നൽകി. അവിടെയൊന്നും ഷാഫി പതറിയില്ല എന്നതാണ് ഓരോ ദിവസവും കണ്ടത്. അതിനു മുൻപ് മറ്റൊരു രാഷ്ട്രീയ ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. അത് KK ശൈലജ എന്ന CPM-ന്റെ മുഖ്യമന്ത്രി മുഖത്തെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിനാണ് ഷാഫി തോൽപ്പിച്ചത് എന്നതാണ്. ഇതോടെ മലബാറിന്റെ മുഖമായി ഷാഫി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടർക്ക് ഷാഫിയെ പേടി. എന്നാൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഷാഫിയെ തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക കാലുകുത്തുന്നത്. തന്നോടൊപ്പം സഭയിൽ തന്റെ തൊട്ടു പിറകിലിരിക്കുന്ന ഷാഫി എന്ന ലോക്സഭാ മെമ്പറെ മൂക്കടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും പൊറുക്കാനാവുന്ന കാര്യമല്ല പ്രിയങ്കയ്ക്ക്. ഈ വിഷയത്തിൽ ജനം ഇളകുക കൂടി ചെയ്യുമ്പോൾ അതിശക്തമായ ഇടപെടൽ തന്നെ പ്രിയങ്ക നടത്തുന്നുണ്ട്. ഒരു ജനപ്രതിനിധിക്കെതിരെ ലാത്തി വീശിയടിച്ച് മൂക്കും തലയും പൊട്ടിക്കുമ്പോൾ അവിടെ ലോക്സഭാ സ്പീക്കർക്ക് മുന്നിലേക്ക് പരാതിയുമായി പ്രിയങ്കയ്ക്ക് എത്താം. എന്തായാലും കേരളത്തിൽ 2 മാസം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട പ്രിയങ്ക ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഈ നരനായാട്ട്. എന്തായാലും അവിടെ KC വേണുഗോപാലിനെ ഇറക്കി പോലീസ് പടയെ തീർത്തു കെട്ടുകയാണ് പ്രിയങ്ക. ആ വീഡിയോ ഒന്ന് കാണാം. രാവിലെ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം ഞാൻ പറയാം. പോലീസിന് നിയമം നടപ്പിലാക്കലാണ് ജോലി. നിയമം നടപ്പിലാക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് ജോലി ചെയ്യാൻ നിലക്കെട്ടാൽ, അതും ഉത്തരവാദപ്പെട്ട UDF നേതാക്കന്മാരെ, പാർലമെൻറ്റ് മെമ്പർമാരെയൊക്കെ തന്നെ അടിക്കാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ, ഞാൻ രാവിലെ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം. അവർക്ക് വ്യക്തമാകും അത്. അത്തരം നിന്ദ്യമായിട്ടുള്ള അക്രമങ്ങൾ ഏത് കാരണവശാലും വെച്ചു പുറപ്പിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളിത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇതിനെതിരായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ സ്പീക്കർക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകും, പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞത്, കോൺസ്പിറസിയുടെ ഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം അത് തന്നെയാണ്. റൂറൽ SP പറയുന്നത് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. 2 ഫ്രാക്ചർ, നോസിൻ്റെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ഫ്രാക്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇത് ഈ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതാണ്. SP എന്തിനു വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് SP ആ വാചകം പറഞ്ഞത്? ഒരു പാർലമെൻറ്റ് മെമ്പറെ പോലീസുകാരനെ ആക്രമിച്ചാൽ ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കേണ്ട SP അങ്ങനെ ഒരു അക്രമം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അക്രമകാരികളെ വെള്ളപൂശാൻ മുന്നോട്ട് വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ക്ലിയറാണ്. ഇത് ഗൂഢാലോചനയാണ്. പോലീസും CPM-ഉം ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഷാഫി പറമ്പിലെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതുപോലെ ജനാധിപത്യ പ്രതിഷേധങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. ആ ഗൗരവത്തിൽ ഞങ്ങൾ ഇതിനെ കാണും. അല്ല, അത് മനസ്സിലായില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM-ന്റെ വീടുകളിൽ പോലും വലിയ ചർച്ചകളാണ്. ഈ പാർട്ടിയും കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരമ്പലത്തിലും പോലും പോകാൻ പറ്റുന്നില്ലല്ലോ, പൊതുനിരത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇത് CPM-ന്റെ സാധാരണ പ്രവർത്തകൻ്റെ ചിന്തയാണെന്നേ. ശബരിമലയിലെ മോഷണമെന്ന് പറയുന്നത് നമ്മുടെ നാട് അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള വികാര വായ്പ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അപ്പം അതും മാറ്റിമറിക്കാൻ ശബരിമല ഇഷ്യൂ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതെങ്ങനെ പറ്റും? ഷാഫിയെപ്പോലെ ഒരു ഉന്നതനായ നേതാവിനെ ആക്രമിക്കുമ്പോഴേ അത് ക്ലിയറായി ഡൈവേർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ പോലീസും CPM-ഉമായി ഒത്തുകൂടി ഉണ്ടാക്കിയ കോൺസ്പിറസി തന്നെയാണ് ശബരിമല വിഷയം. അതുപോലുള്ള വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ശബരിമലയിലെ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു വലിയ ശ്രമമാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. എന്ത് വിചാരിച്ചാലും ആ വിഷയം ഡൈവേർട്ട് ചെയ്യില്ല. അത് അയ്യപ്പൻ്റെ വിഷയമാണ്. അങ്ങനെ അങ്ങ് ഡൈവേർട്ട് ചെയ്താൽ പോകുന്ന വിഷയമല്ല. അത് മനസ്സമാധാനം കൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ധരിക്കേണ്ട. ഇക്കാര്യത്തിൽ ഈ വിഷയം കത്തി നിൽക്കുക തന്നെ ചെയ്യും.